സംസ്ഥാനത്ത് CPIM-ന്റെ ലോക്സഭാ സ്ഥാനാർത്ഥികളെ ഇന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊന്നാനി മണ്ഡലത്തിലെ LDF സ്വതന്ത്രൻ KS ഹംസയും ഇടുക്കിയിലെ സ്ഥാനാർത്ഥി ജോയിസ് ജോർജും CPIM പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചേക്കുമെന്നാണ് സൂചന. കഴിഞ്ഞ 2 തവണയും പൊതു സ്വതന്ത്രനായിട്ടാണ് ജോയിസ് ജോർജ് മത്സരിച്ചത്. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അംഗീകാരം നൽകും. വിവരങ്ങളുമായി ഷഫീദ് റാവുത്തർ. ഷഫീദ്, പേരൊക്കെ പുറത്തു വന്നതാണ്. പേരൊക്കെ എല്ലാവർക്കും അറിയാം. മാത്രമല്ല അതത് മണ്ഡലങ്ങളിൽ പ്രചരണത്തിന് തുടക്കം പോലും കുറിക്കുന്നു. ഇപ്പോൾ ഇന്ന് MV ഗോവിന്ദൻ വരുന്നതും പാർട്ടി സെക്രട്ടറി നടത്തുന്നതും ഔപചാരികമായൊരു പ്രഖ്യാപനം അത്രയല്ലേ ഉള്ളൂ ഷഫീദ്? കാരണം ആ പേരുകളിലൊന്നും ഒരു മാറ്റത്തിനും സാധ്യതയില്ല. CPIM മത്സരിക്കുന്ന 15 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് നേരത്തെ ധാരണയായതാണ്. അതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം മാത്രമാണ് ഇന്ന് വൈകിട്ട് അല്പസമയത്തുള്ള 3 മണിക്ക് AK സെന്ററിൽ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നടത്തുന്നത്. പക്ഷേ ഈ ഒരു വലിയ ഒരു താരനിരയെ CPIM ഇറക്കുന്നുണ്ട്. 4 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ, ഒരു PB അംഗം, ജില്ലാ സെക്രട്ടറിമാർ, ഒരു മന്ത്രി അടക്കം 4 പേർ ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോയിറങ്ങും. ആറ്റിങ്ങൽ ജില്ലാ സെക്രട്ടറി MLA ബി ജോയി, കൊല്ലത്ത് M മുകേഷ് MLA, പത്തനംതിട്ടയിൽ TM തോമസ് ഐസക് എന്നിവർ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങും. ആലപ്പുഴയിൽ സിറ്റിംഗ് MP AM ആരിഫ് ആയിരിക്കും. ഇടുക്കിയിൽ മുൻ MP ജോയിസ് ജോർജും സ്ഥാനാർത്ഥികളാകും. എറണാകുളത്തായിരുന്നു ഒരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥി വന്നത്. അത് KSTA ഭാരവാഹിയായിട്ടുള്ള KJ ഷൈൻ ആയിരുന്നു. ചാലക്കുടിയിൽ മുൻ വിദ്യാഭ്യാസ മന്ത്രി C രവീന്ദ്രനാഥ് ആയിരിക്കും മത്സരിക്കുക. ആലത്തൂർ തിരിച്ചുപിടിക്കാൻ മന്ത്രി K രാധാകൃഷ്ണനാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. പാലക്കാട് PB അംഗം A വിജയരാഘവൻ സ്ഥാനാർത്ഥിയാകും. പൊന്നാനിയിൽ മുസ്ലിം ലീഗ് മുൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന KS ഹംസയെ പൊതുസ്വതന്ത്രനെ മത്സരിപ്പിക്കാനാണ് CPIM തീരുമാനം. മലപ്പുറത്ത് DYFI സംസ്ഥാന പ്രസിഡന്റ് V വസീഫും കോഴിക്കോട് കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീമും മത്സരിക്കും. വടകരയിൽ K മുരളീധരനെതിരെ ജനകീയ മുഖമായ KK ശൈലജയാണ് CPIM ഇക്കുറി പരീക്ഷിക്കുന്നത്. കണ്ണൂരിലും കാസർഗോഡും അവിടുത്തെ ജില്ലാ സെക്രട്ടറിമാർ, കണ്ണൂരിൽ MV ജയരാജനും കാസർഗോഡ് MV ബാലകൃഷ്ണനും മത്സരിക്കുമെന്നുള്ളതാണ് CPIM സ്ഥാനാർത്ഥി പട്ടിക. ഇത് തന്നെയായിരിക്കും ഇന്ന് MV ഗോവിന്ദനെ പ്രഖ്യാപിക്കുക എന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. അതേസമയം വളരെ കൗതുകത്തോടെ നമ്മൾ നോക്കിക്കാണുന്ന കാര്യം പൊന്നാനിയിലെ പൊതുസ്വതന്ത്രൻ KS ഹംസ അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ മത്സരിക്കുമോ എന്നുള്ളതാണ്. അങ്ങനെ ഒരു ആലോചന നടക്കുന്നുണ്ട്. ഇടുക്കി സ്ഥാനാർത്ഥി ജോയിസ് ജോർജും പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചേക്കും. ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുത്തു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഷഫീദ് റാവുത്തറാണ്. അല്പസമയത്തിനകം CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വരുന്നുണ്ട്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം അത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. പേരുകളൊക്കെ അതിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവാനിടയില്ല. കാര്യം ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷമൊക്കെ സ്ഥാനാർത്ഥികൾ അവരുടെ റോഡ് ഷോ ഒക്കെ പ്രഖ്യാപിച്ച് മുന്നോട്ടേക്ക് പോവുകയാണ്.